അളിയാ ഞാൻ ഇന്നലെ മറ്റേ സ്റ്റോറി ഇട്ടില്ലേ മറ്റേ തോക്കൊക്കെ പിടിച്ചേക്കണേ അത് എങ്ങനെ ഉണ്ടായിരുന്നു മാസല്ലേ? അളിയാ കിടിലം ഫോട്ടോ എന്ന് പറഞ്ഞാൽ കിടിലം ഫോട്ടോ, മാസ് BGM. എന്റെ ഒരു AK-47 പിടിച്ചേക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു ഇങ്ങനെ. ആ ഫോട്ടോ ഡിലീറ്റ് ആയിപ്പോയി. അളിയ നമ്മൾ ഇനി AK-47 ഒന്നും നോക്കില്ല അളിയാ, നമുക്ക് ഇനി വല്ല മിസൈൽ നോക്കണം. മിസൈൽ എടുത്ത് തോളത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് മറ്റേ പാട്ട് ഇതൊക്കെ ഇട്ട് കീച്ചട അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ ഉമ്മ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത് വെച്ചാൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്. അതിങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് 500 കോടിടാ പോടാ വർമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു BGM ഒക്കെ ഇട്ട് എങ്ങനെ ഉണ്ടാവും? അളിയ അങ്ങനെയാണെങ്കിലേ ആ പൈസയുടെ അടുത്ത് ഏതെങ്കിലും തോക്ക അല്ലെ ടൂൾസ് ഏതെങ്കിലും വെക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബേസ് ആണ്, ആൾക്കാർ അറിയും. അളിയ നമ്മൾ സ്റ്റോറി ഒക്കെ ഇടുമ്പോഴേ പെമ്പിള്ളേർക്കൊക്കെ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ, പെമ്പിള്ളേർ എന്തൊക്കെ നല്ലത് പറയുമെന്ന് അറിയോ നമ്മളെ പറ്റി. രോമാഞ്ചമാടാ രോമാഞ്ചം. നമ്മുടെ സ്റ്റോറി കണ്ടിട്ടുണ്ടല്ലോ, നാട്ടിൽ ഭയങ്കര മതിപ്പാ നമ്മളെ. അല്ലെ ഇനി സ്റ്റോറി ഇടുമ്പോളേ മറ്റേ കോടാലി എടുത്ത് ഫോട്ടോ ഇട്ടാലോ, കിടിലായിരിക്കും. ആ കോടാലി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, KGF പാട്ടും കൂടെ ഇടണം. അളിയ എപ്പോഴും ഉണ്ടല്ലോ അളിയ ടൂൾസ് ഒക്കെ ആയിട്ട് നമ്മൾ സ്റ്റോറി ഇടണം, എന്നാലാണ് മാസ്. ആ സ്റ്റോറി ഒക്കെ ഇട്ടിട്ട് ആ BGM ഒക്കെ കേട്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴല്ലോ ഇങ്ങനെ അങ്ങ് പൊങ്ങി അങ്ങ് വരും. എന്ത് അതല്ല രോമാഞ്ചം. രോമാഞ്ചം. അയ്യോ ഗേൾസ് ഒക്കെ കണ്ടുണ്ടല്ലോ അളിയാ, നമ്മൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കും. ആ ലുക്ക് കാണണം. നമ്മളെ ഫുൾ ആറ്റിറ്റ്യൂഡാണ്. നമ്മള് കോളേജില് നാട്ടില് എല്ലായിടത്തും നമ്മളെ മതി. നമ്മളെല്ലാവർക്കും പേടിയാണ്. നമ്മളെ മാസ് തന്നെയല്ലേ, കിടിലം മാസ്.